ഹലോ ഓൾ. നമ്മൾ രണ്ട് ക്ലാസ്സുകളിലായിട്ട് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്താണ്, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടെക്നിക്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. ഇന്ന് മുതൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൂൾസ് ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് എന്നൊരു ടോപ്പിക്കാണ്. മേജർ ടൂൾസ് യൂസ്ഡ് ഫോർ സമ്മറൈസിങ് ദ റിസർച്ച് ഡാറ്റ. ഇതിൽ നമുക്ക് ആദ്യമായിട്ട് തന്നെ 5 കാറ്റഗറീസ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. Measures of central tendency or averages, measures of dispersion, measures of the skewness, measures of the relationship and other measures. ഇതെല്ലാം നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിച്ചിട്ടുള്ള ടെക്നിക്സ് ആണ്. നമ്മൾ ആദ്യം പഠിക്കുന്നതാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഓർ ആവറേജസ്. അതായത് ഏറ്റവും വളരെ ബേസിക് ആയിട്ടുള്ള ഒരു മെഷറാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഓർ ആവറേജസ്. ആ പേരിൽ തന്നെയുണ്ട്, ആവറേജ് വാല്യൂ ഡിറ്റർമൈൻ ചെയ്യലാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഹോൾ ഡാറ്റേനെ ഇത് റെപ്രസെൻറ്റ് ചെയ്യും. എങ്ങനെയാണ്? ഒരു ആവറേജ് വാല്യൂ വെച്ച് ദ ഹോൾ ഗ്രൂപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ അതിന് റെപ്രസെൻറ്റ് ചെയ്യും. ഇറ്റ് ഈസ് ദ ആവറേജ് വാല്യൂ ദാറ്റ് ഡിസ്ക്രൈബ്സ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി എൻറ്റയർ ഗ്രൂപ്പ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഈ സെൻട്രൽ ടെൻഡൻസി മെഷേഴ്സിൽ വി ഹാവ് 5 ടൈപ്സ്: മീൻ, മീഡിയൻ, മോഡ്, ജോമെട്രിക് മീൻ ആൻഡ് ഹാർമോണിക് മീൻ. So that the 5 types of central tendency measures are, or the 5 types of averages are mean, median, mode, geometric mean and harmonic mean. Let's see them in detail. ആദ്യത്തെയാണ് mean. Mean is also known as arithmetic mean and it is the common measure used in central tendency. And ഇതിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? Its value is obtained by adding all items and by dividing this by the total number of items. എല്ലാ നമ്പേഴ്സിനെയും കൂട്ടി ആഡ് ചെയ്ത് അതിനെ എത്ര നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മീൻ കിട്ടി. മീൻ എപ്പോൾ ഡിനോട്ട് ചെയ്യുന്നത് എക്സ് ബാർ ആയിട്ടാണ്. എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ. അതുപോലെ ഇപ്പം നമുക്ക് 2 മെത്തേഡ് ഉണ്ട്. ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട് വിച്ച് ബൈ യൂസിങ് എസ്യൂംഡ് മീൻ. അതിനാണ് എ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അടുത്ത ഫോർമുലയിൽ അത് കൊടുത്തിട്ടുണ്ട്. എക്സ് ബാർ ഈക്വൽ ടു എ പ്ലസ് സിഗ്മ ഡി ഡിവൈഡഡ് ബൈ എൻ. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ അറിയാം അരിത്തമാറ്റിക് മീൻ തന്നെയാണ്. എ സ്റ്റാൻഡ്സ് ഫോർ ദ എസ്യൂംഡ് മീൻ ആൻഡ് ഡി എന്ന് പറഞ്ഞാൽ ഡീവിയേഷൻസ് ആണ്. സിഗ്മ ഡി എന്ന് പറഞ്ഞാൽ സം ഓഫ് ഡീവിയേഷൻസ്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതിലെ 3 നമ്പറാണ് നമ്മുടെ ആ ആൻസേഴ്സ് എന്ന് പറയുന്നത്. 2, 7, 9 ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഇതിൻ്റെ അരിത്തമാറ്റിക് മീൻ കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? 2 + 7 + 9 ഡിവൈഡഡ് ബൈ എത്ര നമ്പർ ഓഫ് ഐറ്റംസ് ഉണ്ടായിരുന്നു? 3. അപ്പോൾ 6 വിൽ ബി ദ മീൻ. അപ്പോൾ ഇങ്ങനെ കിട്ടിയത് 2, 7, 9 ആണെങ്കിൽ 2 + 3 ഐറ്റം ആണെങ്കിൽ 2 + 7 + 9 ഹോൾ ഡിവൈഡഡ് ബൈ 3. 3 എണ്ണം ഉള്ളത്. അപ്പോൾ നമുക്ക് 6 കിട്ടും. ഇങ്ങനെയാണ് മീൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. മീൻ നമ്മൾ പറഞ്ഞു ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു മെഷറാണെന്ന് പറഞ്ഞു. മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്നതും ഈ അരിത്തമാറ്റിക് മീൻ തന്നെയാണ്. ഇതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒന്ന് നോക്കാം. മെറിറ്റ്സ് ഓഫ് അരിത്തമാറ്റിക് മീൻ ഡിഫൈൻഡ് ബൈ algebraic formula, easy to calculate, simple to understand, based on all observations given, widely used in statistical analysis. And major demerits are cannot be determined by inspection or by graphical location. ഗ്രാഫ് രീതിയിലൊന്നും നമുക്കിത് പെട്ടെന്ന് പ്ലോട്ട് ചെയ്യാൻ പറ്റില്ല. And it cannot be computed for qualitative data. Qualitative ഡാറ്റയ്ക്കും കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. And cannot be computed when class intervals have open-ended. ഓപ്പൺ-എൻഡഡ് ക്ലാസ് ഇൻ്റർവെൽസിന് ഇത് സൂട്ടബിൾ ആയിരിക്കില്ല, ക്ലോസ്ഡ് ആയിരിക്കണം. അതായത് ഓരോ ഇൻ്റർവെലും കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടായിരിക്കണം ഓരോ ഗ്രൂപ്പും. എങ്കിൽ മാത്രമാണ് നമുക്ക് അരിത്തമാറ്റിക് മീൻ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ദീസ് ആർ ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് അരിത്തമാറ്റിക് മീൻ. അതായത് എക്സ്ട്രീം ഐറ്റംസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമുക്കിത് പറ്റില്ല. ആൻഡ് ഇത് വളരെയധികം സിംപ്ലസ്റ്റ് മെഷറാണ്. ഇറ്റ് ഈസ് എ സിംപ്ലസ്റ്റ് മെഷർമെൻറ്റ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് വിച്ച് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. കമ്മിങ് ടു ദ നെക്സ്റ്റ് മെഷർ ദാറ്റ് ഈസ് മീഡിയൻ. മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താ? മീഡിയൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മിഡിൽ വാല്യൂ ഇൻ ദ ഡിസ്ട്രിബ്യൂഷനിലെ മിഡിൽ വാല്യൂവിനെയാണ് മീഡിയൻ എന്ന് പറയാം. ആ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ചിലപ്പോൾ അത് അസെൻഡിങ് ഓർഡർ അല്ല ആസ് വെൽ ആസ് ഡിസെൻഡിങ് ഓർഡറിൽ അതിനെ അറേഞ്ച് ചെയ്യും. അത് കഴിഞ്ഞാൽ മിഡിൽ വാല്യൂവിനെ നമ്മൾ മീഡിയൻ എന്ന് പറയുന്നു. വേറൊരു പേര് പറയും മീഡിയനെ, ദാറ്റ് ഈസ് ദ പൊസിഷണൽ ആവറേജ്.
പൊസിഷൻ ആവറേജ് എന്ന് പറയും. ആൻഡ് മീഡിയൻ മേ ബി ഡിഫൈൻഡ് ആസ് ദ വാല്യൂ ഓഫ് ദാറ്റ് ഐറ്റം വിച്ച് ഡിവൈഡ്സ് ദ സീരീസ് ഇൻ ടു ഈക്വൽ പാർട്സ്. ഈക്വൽ പാർട്ടായി ഡിവൈഡ് ചെയ്യുന്നു. ഒരു സീരീസ് ഓഫ് ഡാറ്റേനെ ഈക്വൽ പാർട്ടായി ഡിവൈഡ് ചെയ്യുന്നു. വൺ ഹാഫ് കണ്ടെയ്ൻസ് വാല്യൂ ഗ്രേറ്റർ ദാൻ ഇറ്റ്, അനദർ ഹാഫ് കണ്ടെയ്ൻസ് വാല്യൂ ലെസ് ദാൻ ഇറ്റ്. ഒന്നിൽ ഒരു ഹാഫിലെ ആ ഒരു ഈക്വൽ പാർട്സിലാക്കി ഒരു വാല്യൂ ഗ്രേറ്റർ വാല്യൂസ് ആയിരിക്കും, മറ്റതിൽ ലെസ് വാല്യൂ ആയിരിക്കും. ആ മീഡിയനേക്കാളും ലെസ് വാല്യൂ ആയിരിക്കും. ഒരു പാർട്ടിൽ ആ മീഡിയനേക്കാളും ഗ്രേറ്റർ വാല്യൂ ആയിരിക്കും. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് അറേഞ്ച് ദ ഒബ്സർവേഷൻസ് ഇൻ അസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ആകാം അല്ലെങ്കിൽ ഡിസെൻഡിങ് ആകാം. ഇനി ഓഡ് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ് അല്ലെങ്കിൽ ഈവൻ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണെങ്കിൽ നമുക്ക് അതർ ടൈപ്പ് രണ്ട് തരത്തിൽ നമ്മൾ അതിനെ കൺസിഡർ ചെയ്യണം. ആദ്യം ഇഫ് ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഇസ് ഓഡ് ആണെങ്കിൽ 5, 7, 9 അങ്ങനെയൊക്കെ വരാണെങ്കിൽ നമ്മളെങ്ങനെ മീഡിയൻ കാണും. മീഡിയൻ എന്ന് പറയുന്നത് ദ മീഡിയൻ ഇസ് ദ വാല്യൂഡ് പൊസിഷൻ n+1/2. അങ്ങനെ ചെയ്താൽ നമുക്ക് മീഡിയൻ കിട്ടി. ഇനി ഈവൺ നമ്പർ ആണെങ്കിലോ ഇഫ് ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഇസ് ഈവൺ 2, 4, 10, 12, 18 അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം എന്ത് ചെയ്യണം? ഫസ്റ്റ് സ്റ്റെപ്പ് ഫൈൻഡ് ദ വാല്യൂ അറ്റ് പൊസിഷൻ, ദാറ്റ് ഇസ് n ഡിവൈഡഡ് ബൈ 2. നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ 2. ദെൻ എന്ത് ചെയ്യാം? ഫൈൻഡ് ദ വാല്യൂ അറ്റ് പൊസിഷൻ n+1/2. അത് ആ രണ്ട് ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെയും സെക്കൻഡ് സ്റ്റെപ്പിൻ്റെയും ആൻസറിൻ്റെ ആവറേജ് കാണണം. അതാണ് തേർഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ് ഇസ് ഫൈൻഡ് ദ ആവറേജ് ഓഫ് ദ ടു വാല്യൂസ് ടു ഗെറ്റ് ദ മീഡിയൻ. അപ്പോൾ ആദ്യം ഫൈൻഡ് ദ വാല്യൂ അറ്റ് പൊസിഷൻ, ദാറ്റ് ഇസ് n/2. ദെൻ സെക്കൻഡ് വൺ ഫൈൻഡ് ദ വാല്യൂ അറ്റ് പൊസിഷൻ n+1/2. ദെൻ ഫൈൻഡ് ദ ആവറേജ് ഓഫ് ബോത്ത് ദ ആൻസേഴ്സ് ഓഫ് എബോവ് ആൻസേഴ്സ് നമ്മൾ ആവറേജ് ചെയ്യണം. ഫൈൻഡ് ദ ആവറേജ് ഓഫ് ദ ടു വാല്യൂസ് ടു ഗെറ്റ് ദ മീഡിയൻ. ഇങ്ങനെയാണ് മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ്? It's very simple. Free from the effect of extreme values. Extreme values നമുക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല. Certainty, real value, graphical representation is possible. Possible even when the data is incomplete. Incomplete ആണെങ്കിലും ഈ മെത്തേഡ് യൂസ് ചെയ്യാം. And demerits are lack of representative character. ഇത് കുറച്ചുകൂടി അൺറിയലിസ്റ്റിക് ആണ്. ഇതിനൊരു ആൾജിബ്രിക് ട്രീറ്റ്മെന്റ് ഇല്ല, അതിനൊരു ആപ്ലിക്കേഷൻ ഇല്ല, ആൾജിബ്രിക് ഫോമിൽ ആപ്ലിക്കേഷൻ ഇല്ല. ഇതെല്ലാം ഇതിൻ്റെ demerits and merits. This is all about our median. Median is a positional average. And the third one പറയുന്നതാണ് മോഡ്. മോഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഏറ്റവും കോമൺ ഒരു സീരീസ് തന്നു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും മോസ്റ്റ് ഫ്രീക്വന്റ് വാല്യൂ ഇസ് ദ മോഡ്. മോഡും ഇസ് എ പൊസിഷണൽ ആവറേജ്. ഇതിലും ഇറ്റ് ഈസ് നോട്ട് എഫക്റ്റഡ് ബൈ ദ വാല്യൂസ് ഓഫ് എക്സ്ട്രീം ഐറ്റംസ്. ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നതാണ് മോഡ് ഉണ്ടായിരിക്കുക. ഇപ്പോൾ ഒരു ഫ്രീക്വൻസി ടേബിൾ ആണെങ്കിൽ ഏറ്റവും മാക്സിമം ഫ്രീക്വൻസി ഉള്ളതായിരിക്കും ആ തന്നിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷനിലെ മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കണ്ടിന്യൂസ് സീരീസ് ആണെങ്കിൽ മോഡിനൊരു ഫോർമുലയുണ്ട്. പിന്നെ നോർമലി മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മീഡിയൻ മൈനസ് 2 മീൻ, 3 ഇൻറ്റു മീഡിയൻ മൈനസ് 2 ഇൻറ്റു മീൻ ചെയ്താൽ നമുക്ക് മോഡ് കിട്ടും. ഇവിടെ ഒരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട് 1, 3, 3, 3, 6, 7, 7, 8, 9. എന്താണ് ഇതിലെ മോഡ് എത്ര വരെ? മോഡ് 3. കാരണം ഏറ്റവും കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് 3 ആണ്. അതുകൊണ്ടാണ് അതാണ് മോഡ് എന്ന് പറയുന്നത്. ഈ മോഡിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും നോക്കാം. ഈസി ടു കാൽക്കുലേറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്, നോട്ട് എഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂ, മോഡ് ക്യാൻ ബി ഫൗണ്ട് ബൈ both qualitative and quantitative data. Qualitative ആയാലും ക്വാണ്ടിറ്റേറ്റീവ് ആയാലും നമുക്ക് മോഡ് കണ്ടുപിടിക്കാൻ പറ്റും. ഡിമെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംടൈംസ് നോ മോഡ് ഓർ മോർ ദാൻ വൺ മോഡ് ഈസ് ഗിവൻ ഇൻ സെറ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ചിലപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂഷനിൽ ഒരു മോഡോ അല്ലെങ്കിൽ ചിലപ്പോൾ മോഡ് ഉണ്ടാകണമെന്നില്ല, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ മോഡ് ഉണ്ടായേക്കാം. നോട്ട് യൂസ്ഡ് ഫോർ ഫർദർ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ. ഫർദർ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ യൂസ് ചെയ്യുന്നില്ല. നോട്ട് കോമൺലി യൂസ്ഡ് ടെക്നിക്. എപ്പോഴും കോമൺലി യൂസ് ചെയ്യുന്ന ടെക്നിക്കല്ല. സോ ദീസ് ആർ ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് മോഡ്. നമ്മൾ 3 ഡിസ്കസ് ചെയ്തു: മീൻ, മീഡിയൻ ആൻഡ് മോഡ്. ആൻഡ് കമ്മിങ് ടു ദ നെക്സ്റ്റ് മെഷർ ഓഫ് ദ സെൻട്രൽ ടെൻഡൻസി, ദാറ്റ് ഈസ് ദ ജോമെട്രിക് മീൻ. ജോമെട്രിക് മീൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? Geometric mean is obtained by multiplying together all the values of the series and then calculating the root of their product corresponding to the number of items in the group. ആദ്യം എന്ത് ചെയ്യണം?
ഒരു സീരീസിൽ തന്നിരിക്കുന്ന സീരീസിലെ എല്ലാ വാല്യൂസും മൾട്ടിപ്ലൈ ചെയ്യണം. ദെൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പ്രോഡക്റ്റ് കിട്ടും. ദെൻ അതിൻ്റെ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വഴിയാണ് നമുക്ക് ജോമെട്രിക് മീൻ കിട്ടുന്നത്. ഇത് ഇൻഡെക്സ് നമ്പേഴ്സ് പ്രിപ്പറേഷനും റേഷ്യോ പ്രിപ്പറേഷനും ഒക്കെ വളരെയധികം യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ജോമെട്രിക് മീൻ. മെറിറ്റ്സ് എന്താണ് നോക്കാം. It is based on all the observations. It is rigidly defined, capable of further algebraic manipulation. അതായത് further algebraic calculation എന്ത് പറ്റും. It is not much affected by fluctuations of sampling. Sampling fluctuations ഒന്നും ഈ മെഷറിനെ അധികം ബാധിക്കില്ല. It is particularly useful in dealing with ratios, rates and percentages. ഇപ്പോൾ ഇൻഡെക്സ് നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനും റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനും വളരെയധികം യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ജോമെട്രിക് മീൻ കാൽക്കുലേഷൻ. ആൻഡ് മേജർ ഡീമെറിറ്റ്സ് ആർ ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് വെൻ എനി ഓഫ് ദ ക്വാണ്ടിറ്റീസ് ആർ സീറോ ഓർ നെഗറ്റീവ്. ആ സീരീസിലെ ഏതെങ്കിലും ഒരു ഐറ്റം സീറോ ആയാലോ നെഗറ്റീവ് ആയാലോ നമുക്ക് ഈ മെഷർ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എൻ്റയർ പ്രോഡക്റ്റ് സീറോ ആകും. അതുകൊണ്ടാണ് പറയുന്നത് ഏതെങ്കിലും ഒരു ആ സീരീസിൽ ഏതെങ്കിലും ഒരു ഐറ്റം സീറോ ആയാലും നെഗറ്റീവ് ആയാലോ ഈ മെത്തേഡ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു കാൽക്കുലേറ്റ് ആൻഡ് ഇന്റർപ്രറ്റ്. ഇറ്റ് മേ കം ഔട്ട് ടു ബി എ വാല്യൂ വിച്ച് ഇസ് നോട്ട് എക്സിസ്റ്റിംഗ് ഇൻ ദ സീരീസ്. ഇപ്പോൾ ചിലപ്പോൾ ആ സീരീസിലുള്ളൊരു വാല്യൂ കിട്ടണമെന്നില്ല. അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് പ്രൊഡക്റ്റ് കണ്ട് അതിൻ്റെ റൂട്ട് കാണുമ്പോൾ എപ്പോഴും ഒരു പക്ഷേ ആ സീരീസിൽ തന്നിരിക്കുന്ന എക്സിസ്റ്റിംഗ് വാല്യൂ തന്നെ ആകണമെന്നില്ല. അപ്പോൾ ഇതുവരെ കണ്ടിട്ടുള്ള ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള മെറിറ്റ്സും ഡിമെറിറ്റ്സും യൂസേജുകളും ഉണ്ട്. ഇപ്പോൾ ഇൻഡെക്സ് നമ്പേഴ്സ് പ്രിപ്പറേഷൻ, റേഷ്യോസ്, റേറ്റ്സ്, പെർസെൻറ്റേജ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ജോമെട്രിക് മീനാണ് വളരെയധികം സൂട്ടബിൾ ആയിട്ടുള്ളത്. ലാസ്റ്റ് മെഷർ ഓഫ് ദ സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നതാണ് ഹാർമോണിക് മീൻ. Harmonic mean is defined as the reciprocal of the arithmetic mean of the reciprocals of the given value. എന്താണ് given valueന്റെ reciprocal, അതിൻ്റെ mean, അതിൻ്റെ reciprocal, അതാണ് ഹാർമോണിക് മീൻ. അതായത് reciprocal എന്ന് പറഞ്ഞാൽ അറിയാം, എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. reciprocal of 6 എത്രയാണ്? 1/6. 7 എന്ന് പറഞ്ഞാൽ എത്ര? 1/7. 9 എന്ന് പറഞ്ഞാൽ 1/9. അതിനാണ് reciprocal എന്ന് പറയുന്നത്. And if variables are expressed in ratios or rates, the proper average to be used is harmonic mean. അതായത് വാരിയബിൾസ് റേഷ്യോസിലോ റേറ്റ്സിലാണെങ്കിൽ നമുക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ആവറേജ് മെഷർ എന്ന് പറയുന്നത് ഹാർമോണിക് മീൻ ആണ്. മെറിറ്റ്സും ഡിമെറിറ്റ്സും നോക്കാം. മെറിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റൈറ്റ്ലി ഡിഫൈൻഡ് ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻസ് ഓഫ് എ സീരീസ്. It gives greater weightage to the smaller items. It is useful to study the rate of respiration, heartbeat, pulse, etc. in unit time. It is not much affected by sampling fluctuations. But major demerits are, it is not easy to calculate and understand. The easier item calculate and understand പറ്റില്ല. It cannot be calculated if one value is 0. Again, geometric mean ഡിഫക്റ്റ് പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും സീരീസിൽ ഒരു വാല്യൂ 0 ആയി കഴിഞ്ഞാൽ നമുക്ക് ഹാർമോണിക് മീൻ അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. It cannot be calculated if one value is 0. It cannot be calculated if negative and positive values are given in series. നെഗറ്റീവ് പോസിറ്റീവ് വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. Find the harmonic mean of the following data relating to the weight of over of 8 fishes in gram: 20.1, 22.0, 18.1, 30.2, 18.1, 24.0, 32.0, 30.0 gram respectively. ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ഒരു ടേബിൾ വരച്ചിരിക്കുന്നു. വാല്യൂ ഓഫ് എക്സ് അതാണ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ളത്. വാല്യൂ ഓഫ് എക്സ് ആദ്യം തന്നെ ഡയറക്റ്റ്ലി എഴുതി. 20.1, 22.0, 18.1, 30.2, 18.1, 24.0, 32.0, 30.0 അങ്ങനെ കൊടുത്തു. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞു? 1/6 എന്ന് പറഞ്ഞപ്പോൾ മിസ് പറഞ്ഞു 1/6. അപ്പോൾ ഇവിടെ എന്ത് വരും? ആദ്യത്തെ 20.1 ആണ്. അപ്പോൾ ഇതിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ 20.1. അപ്പോൾ നിങ്ങൾക്ക് 0.049 കിട്ടും. അതുപോലെ അടുത്തതിന്റെ റെസിപ്രോക്കൽ കാണാം 1 ഡിവൈഡഡ് ബൈ 22. സോ യു വിൽ ഗെറ്റ് 0.045. ഇങ്ങനെ നമ്മൾ ഓരോന്നും ചെയ്യാം. അങ്ങനെ 30യും കണ്ടു 0.333. അത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം? ആ റെസിപ്രോക്കൽ കിട്ടിയതിനെ എല്ലാം ആഡ് ചെയ്യണം. അതാണ് അവിടെ സിഗ്മ 1/x എന്ന് കൊടുത്തിരിക്കുന്നത്.
അതായത് 0.049 പ്ലസ് 0.045 പ്ലസ് 0.055 പ്ലസ് 0.033 പ്ലസ് 0.055 പ്ലസ് 0.041 പ്ലസ് 0.031 പ്ലസ് 0.033 ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 0.344 കിട്ടും. അത് കഴിഞ്ഞാൽ ഹാർമോണിക് മീൻ കാണാൻ എന്ത് ചെയ്യണം? n ഡിവൈഡഡ് ബൈ സിഗ്മ 1 ബൈ എക്സ് ആണ്. n ഇവിടെ എത്ര നമ്പറിനുണ്ട്? 8 എണ്ണമാണ് അല്ലേ? അപ്പോൾ 8 ഡിവൈഡഡ് ബൈ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് സിഗ്മ 1 ബൈ എക്സ് കണ്ടുവച്ചിട്ടുണ്ട്, ദാറ്റ് ഇസ് 0.344. സോ ദാറ്റ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 8 ഡിവൈഡഡ് ബൈ 0.344, അപ്പോൾ യു വിൽ ഗെറ്റ് 23.95. ഇങ്ങനെയാണ് ഹാർമോണിക് മീൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ള 5 types of averages, measures of central tendency. They are mean, median, mode, geometric mean as well as harmonic mean. Thank you.